അങ്ങേരാണെങ്കിൽ ഒന്നും മുഖത്ത് പോലും നോക്കുന്നില്ല. എന്തോ ഇഷ്ടമല്ലാതെ ഞാൻ അയാളുടെ ജീവിതത്തിലേക്ക് ചെല്ലുന്ന ഒരു മുഖഭാവമാണ്. അതൊന്നും എൻ്റെ കൊച്ചിപ്പം കാര്യമാക്കണ്ട. അവൻ എങ്ങനെയെങ്കിലും നയപ്പെടുത്തി എടുക്കാൻ നോക്ക്. ദേ, ആദ്യത്തെ ബന്ധമോ തൊലഞ്ഞുപോയി. ഇതെങ്കിലും നല്ല രീതിയിൽ നിന്ന് നീ ഒപ്പിക്കാൻ നോക്ക്. നീ കുറെ കാലമായിട്ട് സ്നേഹിച്ച ആളെയാ ഇപ്പം നിനക്ക് കെട്ടിയേക്കുന്നത്. ഈ കല്യാണം നടക്കാൻ വേണ്ടി ചില്ലറ കൂടോത്രമാണോ ഞാൻ ചെയ്തത്? അതുകൊണ്ട് സമാധാനമായിട്ട് ഇങ്ങോട്ട് ചെന്നാട്ടെ. ഇത് വിട്ടോണ്ടങ്ങ് പോയാൽ മതിയല്ലോ അല്ലേ റൂമിലോട്ട്? വേണ്ട വേണ്ട, ഈ കോളേജിലൊന്നും ചെന്ന് കയറി കൊടുക്കണ്ട. ദേ, അവളുടെ നല്ല ഒന്നാന്തരം സാരികളും തുണികളും ആ അലമാരിക്കകത്ത് വെറുതെ ഇരിക്കുന്നു. അത് ചെന്ന് നല്ലൊരെണ്ണം എടുത്ത് ഉടുത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് ചെല്ലു കേട്ടോ. അല്ലാണ്ട് ഈ കോലത്തിനൊന്നും ചെന്ന് കയറി കൊടുക്കല്ലേ. അവന് നല്ല അടക്കവും ഒതുക്കമായിട്ടൊക്കെ കാണണം. എങ്ങനെങ്കിലും അവനെ ഒന്ന് നയപ്പെടുത്തി എടുക്ക്. അവരുടെ സാരി എടുത്തുകൊടുത്ത ഇങ്ങേരിനി എന്നെ വല്ലതും പറഞ്ഞാലോ? അവ ഒന്നും പറയാൻ പോകുന്നില്ല. പറഞ്ഞാലും നീ അങ്ങ് കേൾക്കണം. പോയി ഒരുങ്ങി വാ, പാല് തരാം. ഇതെല്ലാം ഇനി എനിക്ക് സ്വന്തം. ചത്തുപോയവരുടെ തുണിയാ. പിന്നെ ചത്തുപോയൊരു ചത്തുപോയി, തുണിക്കകത്ത് കയറിയിരിക്കുവാണോ കിണ്ടി. എന്തോ ചെയ്യാനാ, മരിക്കാനുള്ളവരൊക്കെ അങ്ങ് മരിച്ച് എന്നും വെച്ച് ചെറുക്കന് ജീവിക്കണ്ടായോ? എത്രാന്നും പറഞ്ഞ അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നത്? അമ്മായിയായ ഞാൻ വന്ന് എന്നും കുന്നും കാര്യങ്ങൾ നോക്കാൻ പറ്റുമോ? അത് ശരിയാ. ആ കൊച്ചാണെങ്കിൽ അവരുടെ അമ്മാമ്മ എടുത്തേ നിക്കത്തോള്, അവിടെ അമ്മ എടുത്തേ അവിടെ നിക്കത്തോള്. അവരപ്പോഴേ അങ്ങ് വന്ന് കൊണ്ടുപോയതല്ലയോ. കൊച്ചുമില്ലാതെ ചെറുക്കൻ ഏകനാ. അവൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ആരെങ്കിലും വേണ്ടായോ? ഞാനാ ഇത്ര നിർബന്ധം പിടിച്ച് കെട്ടിയേ പറ്റത്തോളെന്ന് പറഞ്ഞത്. അതുകൊണ്ടെന്താ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടിയില്ലയോ? അല്ലേ തന്നെ ഇപ്പൊ രണ്ടാം കെട്ടിയെന്നും പറഞ്ഞ് എന്തോ കുറ്റം. നാട്ടിലൊക്കെ നേരെ കണാതരന്റെ മോനൊക്കെ 5 or 6 കെട്ടി. നാട്ടിലുള്ളതുങ്ങളെല്ലാം 4 3 ഒക്കെ കെട്ടുന്നുണ്ട്. ചത്തതുങ്ങളെയും കെട്ടുന്നുണ്ട്, ചാവാത്തതുങ്ങളെയും കെട്ടുന്നുണ്ട്. രണ്ടാം കല്യാണം കഴിക്കുന്നത് വലിയ തെറ്റൊന്നുമില്ല. പിന്നെ ഈ കൊച്ചിന്റെ ആദ്യത്തെ എന്തോ പറ്റിയെന്നാ പറഞ്ഞത്, മരിച്ചു പോയതാണോ? അവിടതേ ബന്ധമൊഴിഞ്ഞതാ. ആ ചെറുക്കൻ ഏതാണ്ടൊക്കെ അവിഹിതവോ അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു. ഈ പെങ്കൊച്ചിനാന്നെ പണ്ടേ ചെറുക്കനെ ഇഷ്ടമായിരുന്നു. എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലയോ, എൻ്റെ ഭർത്താവിൻ്റെ ഉടപ്പറന്നോളുടെ അമ്മായിയുടെ മോളായി കൊച്ച്. അപ്പൊ അന്നേ ഈ കൊച്ചിന് ഇവനെ ഇഷ്ടമായിരുന്നു. അപ്പോഴാ പിന്നെ അവന് അവളെ മതിയെന്നും പറഞ്ഞ് നിന്നത്. അന്ന് ഞാൻ പോയി ജോത്സനെ വെച്ച് പ്രശ്നം വെപ്പിച്ച് നോക്കിയപ്പം മരണപ്പൊരുത്തമായിരുന്നു. ഞാനത് ഇവരുടെ വീട്ടിൽ വന്ന് പറഞ്ഞതാ. അപ്പൊ പിന്നെ ഇവർക്കൊന്നും ഇത് വിശ്വാസമില്ല. എന്നാ ശരി, ജോത്സ്യം പറഞ്ഞ് കെട്ടണ്ട, താലി കെട്ടണ്ട, താലി നാത്തൂരെ കൊണ്ട് കഴുത്തേ വെപ്പിച്ചാ മതി, താലി കെട്ടണ്ട. അപ്പൊ അവന് വാശിക്ക് കെട്ടണം. അതുകൊണ്ടെന്താ, കല്യാണം കഴിഞ്ഞ് കൊച്ചിനെയും കൊടുത്തിട്ട് അവളങ്ങ് പോയില്ലയോ. ഇപ്പൊ ചെറുക്കൻ ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കുന്നു. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇത് നടത്തിച്ചത്. പിന്നെ ഈ പെണ്ണിനാണെങ്കിൽ മറ്റേ ചെറുക്കനുമായിട്ട് കല്യാണം കഴിഞ്ഞ് ചെന്ന് 3 മാസം അങ്ങാണ്ടേ ജീവിച്ചോള്. അതെന്താ, ഇന്നാൾക്ക് ഇന്നാളെന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അതേ നടക്കൂ. അല്ലാതെ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചേരേണ്ടതേ ചേരൂ. എന്റെ ചേച്ചി ഉണ്ടായിരുന്ന ഈ ഗതി വരുവായിരുന്നോ? ഈ രണ്ടാം കെട്ടിന്റെ ഒരാവശ്യമില്ലായിരുന്നു. അവരിവനെ നോക്കിയേനെ, കൊച്ചുമോനെയും നോക്കിയേനെ. ചേച്ചി അങ്ങ് പോയില്ലയോ. ഒരു വല്ലാത്ത അവസ്ഥയായിപ്പോയി. എങ്ങനെ കഴിഞ്ഞ കൂട്ടരാ. എല്ലാം ഒരു യോഗവാ. എന്തായാലും അവനിപ്പോ ഇത് കെട്ടാ സമ്മതിച്ചു തന്നെ വലിയ കാര്യം. കെട്ടത്തില്ലെന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു. നല്ല തങ്കം പോലത്തെ കൊച്ചാ. നല്ല സ്വഭാവമാ. അതിന്റെ ആദ്യത്തെ ബന്ധം ഒഴിഞ്ഞ കൊച്ചിന്റെ കുറ്റം കൊണ്ടൊന്നും അല്ല. അത്രയ്ക്കും പന്നലായിരുന്നു അവൻ. പിന്നെ ഞാൻ അതിനകത്ത് കൂട്ടിയും കുറച്ചൊന്നും ചോദിക്കാനൊന്നും നിന്നില്ല. നമ്മളെന്തിനാ അതിനൊക്കെ അന്വേഷിക്കുന്നത്? ഇത് നന്നായി ജീവിച്ചാ മതി. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, പെണ്ണിനെ മണിയറയിലോട്ട് കയറ്റി വിടട്ടെ. അവനാണെ എന്തോ മുഖമൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. ശരി, എന്നാ ചെല്ലട്ടെ. എന്നാലും പെണ്ണിനകത്ത് 1 കൊല്ലം കഴിയുന്നതിന് മുമ്പേ കെട്ടിച്ചതൊക്കെ കടുപ്പം തന്നെ. പെണ്ണിനെ അടക്കിയേക്കുന്ന സ്ഥലമല്ലയോ ഇത്. രാമ 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 രാമ. നമ്മുടെ ഫസ്റ്റ് നൈറ്റും ഇവിടെ വെച്ചായിരുന്നല്ലേ ചേട്ടാ? പേടിക്കണ്ട പേടിക്കണ്ട, ഇരിക്കെ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, ഞാൻ നിങ്ങളുടെ മരിച്ചുപോയ ഭാര്യ തന്നെയാ. ഇരിക്കെ. നമ്മുടെ മണിയറ, നമ്മുടെ ബെഡ്, ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് എന്നെ മറന്ന് കല്യാണം കഴിക്കാൻ തോന്നിയല്ലോ. 1 വർഷം പോലും ആയില്ല ഞാൻ നിങ്ങളെ വിട്ട് പോയിട്ട്. എടി നിന്നെ മറന്നിട്ടല്ല, നമ്മുടെ മോനെ ഓർത്താ.
അവനിവിടെ നിന്റെ വീട്ടുകാർ നിർത്തുന്നില്ല, നോക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ കൊച്ചിനെ നോക്കാനാണെങ്കിൽ ഒരു ആയയെ വെച്ചാൽ പോരെ? ഹോം നേഴ്സിനെ പോലെ തന്നെയാ. എനിക്കൊരിക്കലും ഇപ്പം കെട്ടിയവളെ നിന്നെപ്പോലെ കാണാനോ എൻ്റെ ഭാര്യയായിട്ട് കാണാനോ ഒന്നും പറ്റത്തില്ല. ഒറ്റപ്പെട്ടപ്പം എല്ലാവരും പറഞ്ഞപ്പം അങ്ങ് കെട്ടിയതാ. കഥവ് കുറ്റിയിട്ടേക്കുവാണോ? ചേട്ടാ, വിഷ്ണു ഏട്ടാ. കൊച്ചിനെ നോക്കാൻ വന്നവർക്കൊക്കെ അപ്പുറത്ത് കിടന്നുറങ്ങിക്കൂടെ? ഈ മുറിയിലോട്ട് കയറേണ്ട കാര്യമില്ലല്ലോ. വിഷ്ണു ഏട്ടാ, വിഷ്ണു ഏട്ടാ, വിഷ്ണു ഏട്ടാ. ആന്റി, എന്താ മോളെ തുറക്കുന്നില്ലയോ? കഥവ് തുറക്കുന്നില്ല. അതെന്താ അവൻ തുറക്കാത്തേ? ഡാ 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 വിഷ്ണു, ഡാ കഥവ് തുറന്നേ. ഡാ തുറക്കടാ കഥവ്. ഇത് എന്തോ എടുക്കടാ? എന്താണോ തുറക്കാത്തേ? ഞാൻ പറഞ്ഞില്ലയോ അവൻ ഇച്ചിരി വിമ്മിട്ടത്തിലാ. ഇതൊക്കെ മോളൊന്ന് മാനേജ് ചെയ്ത് പോണം. ഡാ തുറന്നേ, കഥവ് തുറന്നേ. കൈ ഇതിനകത്ത് ഒട്ടിയല്ലോ. അയ്യോ, എന്താ ഒരു ഞെക്കലും ഞെരിങ്ങലും ഒക്കെ കേൾക്കുന്നേ? നീ നീ ഇന്നിപ്പം ഇവിടെ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കണം. നീ അപ്പുറത്ത് പോയി കിടന്നോ. നീ മാമിയുടെ കൂടെ കിടന്നോ. നീ ഇപ്പം മോൾ എൻ്റെ കൂടെ കിടക്ക്. അപ്പുറത്ത് പോയി കിടന്നോ. പൊക്കോ. ഞാൻ പറഞ്ഞതല്ലേ, എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കുമെന്ന്. നീ ഇങ്ങോട്ട് വാ കൊച്ചേ, പതുക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. ബാ, വന്ന് കിടക്കാൻ നോക്ക്.